ഇന്നെൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല വൈകുന്നേരം. ഇന്നലെ ഒരു 12 മണി തൊട്ടൊരു ഡ്രസ്സ് തയ്ക്കാനായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ ഇടാമെന്നൊക്കെ വിചാരിച്ച ഡ്രസ്സൊക്കെ ഒരെണ്ണം തയ്ച്ച് വന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു 6 മണി. അപ്പോൾ ഒരു 6 മണി തൊട്ട് 7 മണി വരെ കിടന്നുറങ്ങി. അങ്ങനെ വേഗം എണീറ്റ് പല്ലൊക്കെ തേച്ച് നമ്മളെന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാന കഴിഞ്ഞ് പന്തൽ പോലെ ആക്കി വെക്കുമല്ലോ. അപ്പോൾ അവിടെ കുറേ തുണിയും പെയിൻ്റ് അടിച്ചതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അടിച്ച് വാരിയിട്ട് പിള്ളേർക്ക് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയത്. തിരിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഗ്യാസുമ്മേ ചെയ്യാറുള്ളൂ. സമയം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന കാരണം ഞാൻ തൽക്കാലം ഒരു പഴം എടുത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഭയങ്കരമായ ആലോചനയല്ല, ഞാൻ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ആ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ചെയ്ത് കഴിഞ്ഞ കാര്യമില്ല, ഞാനതൊന്നും പ്രാവർത്തികമാക്കാറില്ല. അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഇനി നമുക്ക് സാമ്പാർ വെക്കാം. അപ്പോൾ അതിന് പരിപ്പ് നമ്മൾ ഗ്യാസുമ്മയാണ് വെക്കണം. പരിപ്പ് ഗ്യാസുമ്മ വെച്ച് നമുക്ക് തക്കാളിയും ഞാൻ അല്ലാതെ ചില കഷ്ണങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. തക്കാളിയും മത്തങ്ങ അത് മാത്രം ഇടും. അപ്പോൾ മത്തങ്ങയൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു വിസിലടിക്കുള്ളൂ. തക്കാളി വെണ്ടക്കായ ഉണ്ടെങ്കിൽ വെണ്ടക്കായ ലാസ്റ്റ് ഇടും. തക്കാളിയും ഈ മത്തങ്ങയും കൂടി ഇതിൽ ഒരുമിച്ചിട്ടടിക്കും. ഇപ്പം ഇതിൻ്റെ കൂടെ കായ ഇടില്ല കേട്ടോ. കായൊക്കെ ലാസ്റ്റ് ഇട്ട് കായും പൊടിയൊക്കെ ലാസ്റ്റ് ചൂടാക്കി ഇടും. ഇനി നമുക്ക് കാബേജ് അരിയാം. ഞാൻ സമയം ഉണ്ടെങ്കിൽ ഞാൻ ചോപ്പറിൽ അരിയാറില്ല, അല്ലെങ്കിൽ ഞാൻ ചോപ്പർ തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ എനിക്ക് സമയമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നിന്ന് അരിഞ്ഞ് എനിക്ക് അരിയാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരിഞ്ഞിങ്ങനെ നമുക്ക് പിന്നെ കുറച്ചല്ലേ വേണ്ടൂ. അപ്പോൾ അതാണ് ഇപ്പോൾ കാബേജ് അധികം കറികളൊന്നും വെക്കുന്നില്ല. സാമ്പാറും കാബേജും പിന്നെ പപ്പടം കുറച്ചൊരു ചെറിയൊരു പായസം വെക്കാന്ന് വെച്ചിട്ടുണ്ട്. കാബേജിലേക്ക് നാളികേരം ചെരുകാം. നാളികേരം ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന് വലിയ താല്പര്യമില്ല നാളികേരം. എനിക്കാണെങ്കിൽ ഉപ്പേരികളൊക്കെ ഇത്തിരി നാളികേരം ഇട്ട് വെക്കണം. അതാ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അതാണ് ഞാൻ വെക്കുമ്പോൾ അങ്ങനെ വെക്കും. ചേട്ടൻ ഇല്ലാത്തപ്പോൾ അത്യാവശ്യം നാളികേരം ഇട്ട് വെക്കും. ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന് പുട്ടിലായാലും നാളികേരം ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് കുറച്ച് ഇടുള്ളൂ. ഇനി നമുക്ക് കാബേജിലേക്ക് ഉള്ളി അരിയാം. ഉള്ളി അരിയൽ വളരെ വലിയൊരു ടാസ്ക്കാണ്. ഉള്ളി അരിയാൻ എടുക്കുമ്പോഴേക്കും പിള്ളേരൊക്കെ അവിടെ നിന്ന് ഓടിപ്പോവും. എന്ന് പറഞ്ഞിട്ട് ഉള്ളിയും സബോളയും കാണുമ്പോഴേക്കും മൂത്ത ആൾ എന്തായാലും ഓടിപ്പോവും. ഉള്ളിയും പച്ചമുളകും വേപ്പിലയും നാളികേരം എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കടുക് പൊട്ടിച്ചിട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ ഉഴുന്നിടും, അല്ലെങ്കിൽ ഞാൻ ഇടാറില്ല. ഇനി നമുക്ക് കാബേജ് വെക്കാം. കടുകും വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് കാബേജ് അതിലിട്ടൊന്ന് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് അടച്ചു വെക്കും. എനിക്കാണെങ്കിൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത് വിശാൽ മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാത്രം അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മൂടിയൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനത്. അതിനൊരു ആ വലുതിനൊരു 80 രൂപ എടുത്തും ചെറുതിനൊരു 50 രൂപ എടുത്തും അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു. ഞാൻ രണ്ടെണ്ണത്തിൻ്റെ 2 സെറ്റായിട്ട് അങ്ങനെ വാങ്ങിച്ചു. പിന്നെ വേറെയും കുറേ പാത്രങ്ങൾ വാങ്ങിച്ചു. പിന്നെ 99 രൂപയ്ക്ക് 3 ബൗളുകൾ, അങ്ങനെയൊക്കെ നല്ല ഓഫറുണ്ട്. ക്രോക്കറി ഐറ്റംസും ഡ്രസ്സുകളൊക്കെ ആയാലും നല്ല ഓഫറുണ്ട് അവിടെ. ഞാൻ വലിയ രീതിയിൽ മൈക്കൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ തന്നെ ലൈവായിട്ട് സൗണ്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ചതാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ആയ കാരണം അതങ്ങനെ സെറ്റായില്ല. ഇനി നമുക്ക് സാമ്പാറിൻ്റെ പണികൾ നോക്കാം. സാമ്പാറിന് മെയിനായിട്ട് എനിക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയിലില്ലാത്ത സാമ്പാർ എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. എനിക്ക് അങ്ങനെയാണ്. എനിക്ക് മല്ലിയില ഇടാണ്ടിപ്പോൾ തീരെ പറ്റില്ല. മല്ലിയില ഇട്ട് അതുപോലെ ചിക്കൻ വെക്കാം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചൂടാറിയിട്ട് ആ ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. ഇതിപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മല്ലിയില എടുത്ത് വെച്ചിട്ട്. ഇങ്ങനത്തെ ഈ ഒരു ടിന്നിലെടുത്ത് അടച്ച് വെക്കുമ്പോൾ നന്നായി ഫ്രഷ് ആയിട്ടിരിക്കാറുണ്ട്. 2 ആഴ്ചയ്ക്ക് എന്തായാലും ഇരിക്കും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലേക്ക് ആയിട്ടുണ്ട്. കുറേ നാളായി സാമ്പാർ വെച്ചിട്ട്. ഈ കണ്ടെയ്നർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഒരു 6 എണ്ണത്തിൻ്റെ സെറ്റായിട്ട് അങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുന്നേ ഒന്ന് എത്രയും 300 രൂപയുടെ ഉള്ളിലും കൂടായിരുന്നു ഒന്നും റേറ്റ്. വലിയ കാര്യത്തിൽ പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പച്ചക്കറിയൊന്നും ഇല്ല, വേപ്പലയും പച്ചമുളകും ഈ 2 പാത്രത്തിലെടുത്ത്. ഇനി ബാക്കിയുള്ള വിശാൽ മാർട്ടിലത്തെ കുറച്ച് പാത്രങ്ങൾ കൂടി കാണാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇത് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു, 200 എത്രയും കൂടെ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഇൻഡക്ഷനിലൊന്നും വെക്കാൻ പറ്റില്ല. അതുപോലെ മല്ലിയില ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൻ്റെ അങ്ങനത്തെ 3 ഉണ്ട്. അത് 3 99 രൂപയ്ക്ക് അങ്ങനെ സെറ്റായിട്ടാണ് അങ്ങനെ കിട്ടിയത്. പാത്രങ്ങളുടെ ഷോ കാണിച്ച് നിന്ന് കാബേജ് കരിഞ്ഞു പോയി എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു എന്നുള്ളൂ. ഈ സാമ്പാറിലേക്ക് പൊടികൾ വറക്കാതെ തന്നെ സാമ്പാർ പൊടി, കുറച്ചും മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതൊക്കെ കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് വറുത്ത് സാമ്പാറിലേക്ക് ഇട്ട് ഇളക്കുക ചെയ്യുക. അതിന് കൂടെ ചെറിയ 2 മണി ജീരകം കൂടി ചേർക്കും. എനിക്ക് ആ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒരു ഇഷ്ടമാണ്. മറ്റേ തമിഴ്നാട് സ്റ്റൈലിൽ ശരണഭവനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജീരകം ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ കിട്ടും. എനിക്ക് അത് ഭയങ്കര താല്പര്യം. അതിനിടയിൽ കാബേജ് ഒക്കെ ഇളക്കി കൊടുക്കുന്നത്. കാബേജ് ഒന്നാമത്തെ അടിയിൽ പിടിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കണം. ഈ മല്ലിയിലേക്ക് ഇട്ട് തിളക്കണം വേണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കാം. കായ ഞാൻ ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ ഞാൻ ഇടാറുള്ളൂ. നല്ല ചൂടായി തുടങ്ങി, 11 മണിയൊക്കെ ആവാറായി തുടങ്ങി ഏകദേശം സമയം. രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ കഴിയാറുള്ളതായിരുന്നു. രാവിലെ തന്നെ പണികൾ കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നടക്കാൻ പറ്റില്ലെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇന്നിപ്പോൾ പുലർച്ചെ മുഴുവൻ ആ ഡ്രസ്സ് ഇരുന്ന് തയ്ച്ച കാരണം ഉറക്കവും ശരിയായില്ല. ഞാനൊരു 11 മണിയാകുമ്പോഴേക്കും പണികളൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. എന്നുണ്ടെങ്കിൽ പായസം വയ്ക്കണം, പപ്പടം കാച്ചണം. അങ്ങനെ സാമ്പാറിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പായസം വെക്കാൻ വേണ്ടി പാലെടുത്ത് വയ്ക്കാം. ഞാൻ ചെറിയൊരു പായസത്തിൻ്റെ കിറ്റാ വാങ്ങിച്ചിട്ടുള്ളൂ. ഇവിടെയാണെങ്കിൽ പായസം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് ആരും കുടിക്കില്ല. അന്ന് കുടിക്കണം തന്നെ കുടിക്കുള്ളൂ എല്ലാവരും. അപ്പോൾ സേമിയാണ് വയ്ക്കണം. അപ്പോൾ പാല് പൊട്ടിച്ച് വെച്ചു. പാല് തിളക്കണ നേരം കൊണ്ട് നമുക്ക് പാത്രമൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിലേക്ക് സേമിയയുടെ മിക്സ് ഇടാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പായസം ഉണ്ടാക്കിയപ്പോൾ പാല് കുറഞ്ഞു പോയി. എന്നിട്ട് പിന്നെ ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് പിന്നെ കഴിച്ചത് ഞങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സേമിയ ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്കൊരു ഏകദേശം പാകം അറിയാലോ. എന്നിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള ഫുൾ പാക്കറ്റും കൂടി ഇടാം. അങ്ങനെ ബാക്കിയുള്ള സേമിയയും കൂടി ഇട്ടു. ഞാൻ ചോറൊന്ന് വറുത്ത് വയ്ക്കാൻ പോയ സമയത്ത് പാലൊക്കെ തിളച്ച് പോയി. അപ്പോൾ ഞാനത് പതുക്കെ തന്നെ ഗ്യാസിലേക്ക് മാറ്റി. അപ്പോൾ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു ചെറിയൊരു സ്പൂണ് നെയ്യ് ഒഴിക്കും. നെയ്യ് അധികമായ പാലും നെയ്യും കൂടി ആകുമ്പോൾ ഒരു കുത്ത ഒരു മട്ടിപ്പ് വരും. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂണ് നെയ്യ് ഒഴിച്ച് പായസത്തിൻ്റെ പണി നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കും. ഇനി പപ്പടം കാച്ചാം. അങ്ങനെ പപ്പടം കാച്ചി കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറും കാബേജും ഉച്ചയ്ക്ക് എടുക്കാനുള്ളത് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.